IFFKയിൽ ഒരുപറ്റം സിനിമകൾക്കിപ്പോൾ പ്രദർശനാനുമതി നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയല്ലേ. കാരണം നമ്മൾ ഒരുപാട് കാലങ്ങളായി ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു സിനിമ IFFKയിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു കുറേ കാലത്തെ ഒരു അധ്വാനമാണ്. അതിനെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലല്ലേ പുതിയ തീരുമാനം വന്നിട്ടുള്ളത്? തീർച്ചയായും. ഇപ്പോൾ അധ്വാനം മാത്രമല്ല, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കലാസൃഷ്ടി, അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവവായുവാണ്. ഇപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനത്ത്, അതും IFFK പോലെയുള്ള ഫിലിം ഫെസ്റ്റിവലിൽ ഒരു രീതിയിലുള്ള നിയന്ത്രണങ്ങളും ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഏത് രാഷ്ട്രീയം പറയുന്ന ഏത് രീതിയിലുള്ള സിനിമയാണെങ്കിലും ആ സിനിമകൾക്ക് ഒരു കലാമൂല്യമുണ്ടെങ്കിൽ ആ കലാമൂല്യമുള്ള സിനിമ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ഡെലിഗേറ്റ്സ്. അവരുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുകയും അതിൻ്റെ രാഷ്ട്രീയവും അതിനോടുള്ള യോജിപ്പും വിയോജിപ്പും ഒക്കെ കണ്ടു വിലയിരുത്തിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലാതെ കാണിക്കാതെ ഇരുന്നുകൊണ്ടല്ല. വാക്കുകളെ പോലും പേടിക്കുന്ന തരത്തിലേക്ക്, ഭയപ്പെടുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഭരണകൂടം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരൊക്കെ മാറുകയാണ്. ഒരു സിനിമയിൽ ഒരു വാക്ക് ഉപയോഗിച്ചാൽ പോലും അതിനെ കട്ട് ചെയ്ത് കളയുന്ന രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ വരുന്ന കാലത്തെ സിനിമാ പ്രവർത്തകർക്ക് ഇതൊക്കെ വലിയ വെല്ലുവിളി ആകുന്നില്ലേ? തീർച്ചയായും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എന്ത് കാണണം എന്ത് കാണരുത് എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് ആ രീതിയിലേക്ക് പോകാൻ പാടില്ല. അതിനെ ചെറുക്കുക എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു കർത്തവ്യമാണ്. ഇപ്പോൾ ഒരു കലാസൃഷ്ടി എന്നതിനപ്പുറത്തേക്ക് കേരളം പോലുള്ള പുരോഗമന ആശയങ്ങളെ കൂട്ടുപിടിക്കുന്ന ഒരു സംസ്ഥാനത്തെ നടക്കുന്ന ഒരു ചലച്ചിത്രമേള എന്നുള്ള രീതിയിൽ രാഷ്ട്രീയപരമായി അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് പിറകിലില്ലേ? തീർച്ചയായും. ഇതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇടപെടലായിട്ടൊന്നും ഞാനിതിനെ കാണുന്നില്ല. ഇതിനകത്ത് കൃത്യമായ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണല്ലോ 156 സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിക്കുകയും പർട്ടിക്കുലർ ഏതാനും ചില സിനിമകൾക്ക് മാത്രം പ്രദർശനാനുമതി ലഭിക്കാതിരിക്കുകയും ചെയ്തത്. ഇപ്പോൾ ചില നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, നമ്മളിത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഡിലേ ആണ്. സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഡിലേ ആണെങ്കിൽ ഈ 156 സിനിമകൾക്ക് എങ്ങനെ പ്രദർശനാനുമതി ലഭിച്ചു? അതിനേക്കാൾ ഉപരി ഈ 16ഓളം സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത് സബ്മിറ്റ് ചെയ്തതുകൊണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയം സാംസ്കാരിക കേരളം മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.